ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന്റെ നടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവന വലിയ വിവാദത്തിനിടയാക്കി. ഹമാസിനെ പുറത്താക്കി ഗാസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാനുള്ള തന്റെ പദ്ധതി തുറന്നു പറയുന്ന നെതന്യാഹുവിന്റെ നിലപാടിനെ അട്ടിമറി എന്ന് വിശേഷിപ്പിച്ചാണ് ഹമാസ് ശക്തമായ പ്രതികരണം അറിയിച്ചത്. വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നെതന്യാഹു ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ഇതൊരു തുറന്ന അട്ടിമറി നീക്കമാണ്. തടവുകാരെ മോചിപ്പിക്കാനെന്നുള്ള പേരിൽ സ്വന്തം രാഷ്ട്ര ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിലാണ് നെതന്യാഹു ഗാസയിലെ സ്ഥിതിഗതികളെ കുറിച്ച് വ്യക്തമായ സന്ദേശം നൽകിയത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ നിന്ന് ഹമാസിനെ പൂർണ്ണമായി നീക്കം ചെയ്യുക തന്നെയാണ് പ്രധാന ലക്ഷ്യമെന്നും വ്യക്തമാക്കി. ഗാസയിലെ സാധാരണ ജനങ്ങളെ ഹമാസിന്റെ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെതന്യാഹു തന്റെ പദ്ധതി പൂർത്തിയാക്കിയതിനു ശേഷം ഗാസയുടെ ഭരണാധികാരം അറബ് സേനകൾക്ക് കൈമാറാനാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്നാൽ ഇതിന്റെ സമയക്രമം, നടപ്പാക്കുന്ന രീതി, അന്താരാഷ്ട്ര അംഗീകാരം എന്നിവയെക്കുറിച്ച് അദ്ദേഹം വ്യക്തത നൽകിയിട്ടില്ല. ഗാസ യുദ്ധാനന്തരം ആരാണ് നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പ് പറഞ്ഞത് വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഗാസയുടെ ഭരണ ചുമതല അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടിരുന്നത്. എന്നാൽ നെതന്യാഹുവിന്റെ പുതിയ തീരുമാനത്തെക്കുറിച്ച് ട്രംപ് നേരിട്ട് യോജിപ്പോ വിയോജിപ്പോ പ്രകടിപ്പിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നൽകുമ്പോൾ ഇപ്പോൾ ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും അടിയന്തര സഹായവും എത്തിക്കുന്നതാണ് മുൻഗണന എന്നായിരുന്നു ട്രംപിന്റെ പരാമർശം. ഹമാസ് നെതന്യാഹുവിനെതിരെ രണ്ട് പ്രധാന കുറ്റപ്പെടുത്തലുകൾ ഉന്നയിക്കുന്നുണ്ട്. ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഗാസയുടെ വിഷയത്തെ ഉപയോഗിക്കുകയാണെന്നാണ് ആരോപണം. തടവുകാരെ മോചിപ്പിക്കുമെന്ന കാര്യം പൊതുസമ്മതം നേടാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിക്കുമെന്നാണ് ഹമാസിന്റെ മറ്റൊരു നിലപാട്. ഇപ്പോൾ വരെ ഐക്യരാഷ്ട്രസഭയും മറ്റു പ്രധാന അന്താരാഷ്ട്ര സംഘടനകളും നെതന്യാഹുവിന്റെ പ്രസ്താവനയെക്കുറിച്ച് ഔദ്യോഗിക നിലപാട് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രായേലിന് നൽകുന്നത് മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ വ്യാപകമായ സൈനിക നടപടികൾ ആരംഭിച്ചു. ഇതിനിടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ കുടിയൊഴിക്കപ്പെടുകയും ചെയ്തു. പലപ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ നടന്നെങ്കിലും സ്ഥിരമായ സമാധാനത്തിന് വഴിയൊരുങ്ങിയിട്ടില്ല. യുദ്ധാനന്തരം ഗാസയെ ആര് നിയന്ത്രിക്കും എന്നതിൽ ഏകാഭിപ്രായം രൂപപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുത്താൽ അറബ് രാജ്യങ്ങളും പാശ്ചാത്യ ലോകവും എങ്ങനെ പ്രതികരിക്കും എന്നത് അനിശ്ചിതത്വം മാത്രമാണ്. ഇപ്പോൾ ഗാസയിൽ ഭക്ഷണം, മരുന്ന്, സുരക്ഷ എന്നിവ ഗുരുതരമായി അഭാവത്തിലാണ്. നെതന്യാഹുവിന്റെ ഗാസ പിടിച്ചെടുക്കൽ പ്രസ്താവന ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിനുള്ള രാഷ്ട്രീയ, സൈനിക, മനുഷ്യാവകാശ ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ്. ഹമാസ് അതിനെ അട്ടിമറി എന്ന് വിളിക്കുമ്പോൾ നെതന്യാഹു അത് രാജ്യസുരക്ഷയും ജനസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള നീക്കമാണെന്ന് വാദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് വരാനിരിക്കുന്ന ആഴ്ചകളിൽ നിന്നും വ്യക്തമാകും.